ഇതിലും കൂടി ചെന്നൈയും നന്മയുമായാൽ ആൾക്കാർ കൊല്ലും. അതുകൊണ്ടാണ് ആ നമ്പർ ഇട്ടത്. ധ്യാൻ ശ്രീനിവാസൻ. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രം ആവേശവും വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷവും ഒന്നിച്ചാണ് തിയേറ്ററിലെത്തിയത്. ആദ്യ ദിവസം തന്നെ ഹിറ്റായ ആവേശത്തോടൊപ്പം തങ്ങളുടെ ചിത്രത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒപ്പിച്ച പണികളെ പറ്റി തുറന്നു പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ചിത്രത്തിലെ താരങ്ങളായ പ്രണവും കല്യാണിയും നിവിൻ പോളിയും പ്രമോഷൻ പരിപാടികൾക്ക് വരാതിരുന്നപ്പോൾ അറ്റകൈക്ക് താൻ ഇറക്കിയതായിരുന്നു ബേസിൽ ജോസഫിനെ എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. ആദ്യ ദിവസം തന്നെ ആവേശം ഹിറ്റാണെന്ന് മനസ്സിലായിട്ടും സെക്കൻഡ് ഹാഫിൽ ലാഗ് എന്ന് പറഞ്ഞത് ട്രോളുകൾക്ക് വേണ്ടി ആയിരുന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ യൂട്യൂബ് ചാനലിലെ ഒരു അഭിമുഖത്തിലാണ് ധ്യാൻ അന്ന് നടന്ന രസകരമായ കാര്യങ്ങൾ നടന്മാരായ ബാബുരാജിനോടും ഫഹദ് ഫാസിലിനോടും വിശദീകരിച്ചത്. വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ഉണ്ണി മുകുന്ദൻ നായകനായ ജയ് ഗണേഷ് എന്ന ചിത്രവും ഒന്നിച്ചായിരുന്നു റിലീസ്. പ്രമോഷൻ സമയത്ത് ഫഹദ് ഫാസിൽ വിളിച്ച് ഒന്നിച്ച് പ്രമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണിയെയും വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഉണ്ണി ആ സമയത്ത് ഗുജറാത്തിലായതിനാൽ ആ പ്ലാൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്. പ്രണവ് വരില്ല പ്രമോഷന്, നിവിൻ വരില്ല, കല്യാണി വരില്ല, അങ്ങനെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അങ്ങനെ ആരെ വിളിക്കുമെന്ന് ചിന്തിച്ചാണ് മറ്റവനെ ഇറക്കിയത്, ബേസിലിനെ. ആവേശത്തിനൊപ്പം നിൽക്കണ്ടേ? അവർ ഇല്ലുമിനാറ്റിയും കലാട്ടയും ഒക്കെയായി നിൽക്കുകയാണ്. അവരോട് പിടിച്ചു നിൽക്കണ്ടേ? ചേട്ടനാണെങ്കിൽ പല സ്ഥലത്തും പോയി എന്തൊക്കെയോ പറയുന്നു എന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് കേറുന്നില്ല. ചെന്നൈ നന്മ ഇതൊക്കെയാണ് പരിപാടി, അല്ലാതെ കൂടുതലൊന്നും പറയാനുമില്ല. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതിലും കൂടി ചെന്നൈ നന്മ ഒക്കെയായാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പാണ്. ബേസിലിന് അന്ന് വയ്യായിരുന്നു. അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഒരു 2 പരിപാടിക്ക് ഇരുന്ന് തന്നാൽ മതി. നീ സിനിമയൊന്നും ചർച്ച ചെയ്യേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇവരാണെങ്കിൽ പാട്ടും പരിപാടിയും ഒക്കെയായി കത്തി നിൽക്കുകയാണ്. അങ്ങനെ ബേസിൽ വന്നു. ഞങ്ങളൊരു 10ഓളം ഇന്റർവ്യൂ കൊടുത്തു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് പൊന്തി. അത് പിന്നെ ഒരു ബാധ്യതയായി. കാരണം ആൾക്കാർ വിചാരിച്ചത് ഈ തമാശയൊക്കെ സിനിമയിലും ഉണ്ടെന്നാണ്. സിനിമ ഇറങ്ങിയപ്പോൾ ഇന്റർവ്യൂസിലെ തമാശയൊന്നും സിനിമയിൽ ഇല്ലല്ലോ എന്നാണ് ആളുകൾ ചോദിച്ചത്. ആദ്യ ദിവസം തന്നെ ആവേശം ഹിറ്റടിച്ചോ. നമ്മുടെ പടം കയറ്റിവിടാൻ ആരുമില്ല, പേഴ്സിലും വരുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മറ്റൊരു നമ്പർ പറഞ്ഞു. തട്ടത്തിൻ മറയത്തും ഉസ്താദ് ഹോട്ടലും ഒരേ സമയത്താണ് റിലീസ് ചെയ്തത്. അന്ന് ഉസ്താദ് ഹോട്ടലിനേക്കാൾ ഒരു പടി മുകളിലായിരുന്നു തട്ടത്തിൻ മറയത്ത്. ചരിത്രം ആവർത്തിക്കട്ടെ എന്നൊരു സാധനം ഞാൻ അടിച്ചു. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തത് മമ്മൂക്ക ഫാൻസ്, ദുൽഖർ ഫാൻസ്, അൻവർ ഫാൻസ് എല്ലാവരും എന്നെ തെറി പറയും. തെറി കേൾക്കാൻ ഞാൻ റെഡിയായിരുന്നു. ഞാൻ ഒരടി കൂടി അടിച്ചു. ആവേശം സെക്കൻഡ് ഹാഫിൽ ലാഗാണെന്ന് കേട്ടല്ലോ എന്ന്. ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്കറിയാം ആ പടം ഹിറ്റാണെന്ന്. ഏട്ടൻ എന്നോട് വന്നു ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ ഒരുത്തനും അത് കാര്യമായിട്ട് എടുക്കില്ല. അതിന്റെ തെറി എനിക്ക് വേറെ കിട്ടി, ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു.